ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് താലൂക്ക് ഗണേശ സേവാ സമിതി സംഘടിപ്പിക്കുന്ന ഗണേശോത്സവം 7 മുതൽ 9 വരെ നടക്കും. 7-ന് നഗരപ്രദക്ഷിണം, 8-ന് ഹിന്ദു നേതൃസമ്മേളനം, 9-ന് പൊതുസമ്മേളനം, നിമജ്ജന ഘോഷയാത്ര എന്നിവ നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിൽ നിന്നും മേഖലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുമായി 200ഓളം ഗണേശ വിഗ്രഹങ്ങൾ 9-ന് നടക്കുന്ന ഘോഷയാത്രയിലുണ്ടാകും. 4 മേഖലകളിൽ നിന്നായി ഒറ്റപ്പാലത്തെത്തുന്ന ഘോഷയാത്രകൾ കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിക്കും. 3:30-ന് പൊതുസമ്മേളനം ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യും. ഗണേശോത്സവത്തോടനുബന്ധിച്ച് 7-ാം തീയതി വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ 7 മണിക്ക് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണേശ പൂജ, വൈകിട്ട് 5-ന് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഗണേശ വിഗ്രഹം താളമേളങ്ങളോടെ എഴുന്നള്ളിച്ച് നഗരപ്രദക്ഷിണം എന്നിവ നടത്തും. 8-ന് വൈകിട്ട് 5-ന് ചിനക്കത്തൂർ ക്ഷേത്ര മൈതാനത്ത് ഹിന്ദു നേതൃസമ്മേളനം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന സമിതി അംഗം പത്മജ വേണുഗോപാൽ വിശിഷ്ട അതിഥിയാകും. തുടർന്ന് തിരുനാമച്ചിന്ത് നടക്കുമെന്ന് സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അശോക് കൃഷ്ണൻ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി P. അരവിന്ദൻ, സെക്രട്ടറി T. ഗോപകുമാർ, കോർഡിനേറ്റർ KP സന്തോഷ്, B. മനോഹരൻ എന്നിവർ അറിയിച്ചു. അവിടുന്ന് ഘോഷയാത്രയായി പഞ്ചവാദ്യങ്ങളും ജനപേരുടെയും അകമ്പടിയോട് കൂടിയിട്ട് ഘോഷയാത്ര ഒറ്റപ്പാലം ടൗണിലെത്തി പൊതുസമ്മേളനം ഒരു 4 മണിക്ക് ആരംഭിക്കുന്നതാണ്. അത് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച്, 2nd ഫ്ലോർ, കൊപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ, മെയിൻ റോഡ്, ഷൊർണൂർ.